ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്, ഞാൻ ആക്ച്വലി കയറിയത് ആലുവെന്നാണ്. സോ എറണാകുളത്ത് നിന്ന് തുറവൂർ വരെയുള്ള ഡബിളിംഗ് വർക്കുകളുടെ അപ്ഡേറ്റ് നമ്മളൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ഏറനാട് എക്സ്പ്രസ്സിലാണ് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് ഇപ്പം പുറപ്പെട്ട് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നത്. ഈ വശത്താണ് കൂടുതലും ഡബിളിംഗ് വർക്കുകൾ, അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രാക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയാണ്ടോ, അതാണ് നമ്മുടെ പഴയ വെല്ലിംഗ്ടൺ ഐലൻഡിലോട്ടുള്ള ട്രാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കാത്തൊരു ട്രാക്കാണ്. ആ ട്രാക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ കുറച്ച് ദിവസം ഒരു വാർത്ത വന്നിരുന്നല്ലോ, നമ്മുടെ ട്രാക്ക് മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് 1/2 കിലോമീറ്ററോളം. അതാണെന്നാണ് തോന്നുന്നത്. മറ്റേത് ഈ കാണുന്ന ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മട്ടാഞ്ചേരി ഭാഗത്തോട്ട് പോകുന്നതാണ്. നമ്മുടെ മട്ടാഞ്ചേരി കൊച്ചിൻ ഹാർബർ ടെർമിനസിലോട്ട് പോകുന്നതാണ്. വെല്ലിംഗ്ടൺ ഐലൻഡിലോട്ട് പോകുന്നത് മറ്റേ ട്രാക്കാണെന്നാണ് തോന്നുന്നത്. സോ ഇവിടെയൊക്കെ കാണാം, ഇവിടെയൊക്കെ സ്ഥലമൊക്കെ എടുത്ത് എർത്ത് വർക്കൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെയൊക്കെ എർത്ത് വർക്ക് നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സൈഡിൽ കുറച്ച് മതിലൊക്കെ പൊളിക്കുന്നുണ്ടായിരുന്നു. അതെന്തായി നോക്കാം. അതാ ഇവിടെയാണ് ആ പൊളിച്ചിട്ടിരുന്നത്. ആ പൊളിച്ചിട്ട സ്ഥലങ്ങളൊക്കെ ഇതാ ലെവൽ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെതാ ഇവിടെ ഒരു ചാല് വരുമായിരിക്കണം. ഇവിടെയൊക്കെ നല്ലപോലെ ലെവൽ ചെയ്തിട്ടുണ്ട്. പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട് ഇതാ മുന്നിലായിട്ട്. പൈലിംഗ് വർക്കുകൾ നടക്കുന്നു ഇവിടെ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, വീടൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വീടുകളൊക്കെ പൊളിച്ചിട്ടുണ്ട്, മതിലുകളൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ ആ അണ്ടർപാസിന് എക്സ്റ്റൻഷൻ എടുക്കണം. ഇവിടെ ഒരു പാലം വരേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫൈലിംഗ് വർക്കൊക്കെ നടന്നത് ഇവിടെ കാണാം. ഇവിടെ ഒരു പാലം വരണം. നമ്മൾ തിരുനെട്ടൂർ സ്റ്റേഷൻ്റെ, അതായത് പഴയ തിരുനെട്ടൂർ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ പണ്ടേ ലെവൽ ചെയ്തതായിരുന്നു. കുറച്ച് നാളായി ലെവൽ ചെയ്തിട്ട്. ഒരു വെള്ളം പോകാനുള്ള ചാലൊക്കെ ചെയ്തിട്ടുണ്ട്, വാർത്ത് കഴിഞ്ഞു. അതുപോലെ ഇവിടെ വെള്ളം പോകാനുള്ളൊരു ചാല് വാർക്കാനുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ വാർക്കേണ്ട സ്ഥലം മൊത്തം വെള്ളത്തിലാണ്. സോ അവിടെ വർക്ക് നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊക്കെ എർത്ത് വർക്ക് ചെയ്ത് നല്ല തോതിൽ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലെവൽ ക്രോസ് ആണ്. ഇവിടെ ഒരു പാലത്തിന് വേണ്ടിയുള്ള പൈലിംഗ് വർക്ക് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പാലം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് വർക്കുകളൊക്കെ നടക്കുന്നത് കാണാം. പാലത്തിനുള്ള പൈലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് പുഴയിൽ തന്നെ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ എന്താ പറയുക, അരൂർ കുമ്പളം പാലം അല്ലാതെ ഒരു പാലത്തിൽ നമ്മുടെ പൈലിംഗ് വർക്ക് നടക്കുന്നത് അവിടെയാണ്. ഈ ഇവിടെയൊക്കെ ഇത്രയും നീളമുള്ള കൈയൊക്കെ ആയിട്ട് ആൾ വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെ മൊത്തം വെള്ളം കണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി എക്സ്ട്രാ ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ.
അപ്പോൾ നമ്മൾ ഏകദേശം കുമ്പളം സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതാ ഇവിടെയും വലതുവശത്ത് വർക്കൊക്കെ നടന്നത് കാണാം. ഈ അണ്ടർപാസിന് ഇതൊരു അണ്ടർപാസ്സാണ് ഇവിടെ. അപ്പോൾ അതിനൊരു എക്സ്റ്റൻഷൻ വേണ്ടി വരും. ഇവിടെ മിക്കവാറും ഏതെങ്കിലും ഒരു ട്രെയിൻ കാണും. നമ്മുടെ ഇത് വെള്ളം പോകാനുള്ളൊരു ചാല്. നമ്മുടെ കണ്ണൂർ എക്സ്പ്രസ് ഇവിടെ കാണണം. ഈ സൈഡായിരിക്കും ആ സൈഡായിരിക്കും എന്നറിയത്തില്ല. ഇവിടെ എന്താ ഒരു വെള്ളം പോകാനുള്ള ചാല് ഇവിടെയും പണിത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ പുതിയ അപ്ഡേറ്റാണ്. ഇതൊന്നും കഴിഞ്ഞ വീഡിയോകളിൽ ഇല്ലായിരുന്ന അപ്ഡേറ്റുകളാണ്. നമ്മൾ ലൂപ്പിലേട്ടാണോ കയറ്റുന്നതെന്നൊരു ഡൗട്ട്. കാരണം നമ്മുടെ തൊട്ട് മുന്നേ മെമു ലേറ്റായിട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ മുന്നേ നേത്രാവതി പോയിട്ടുണ്ട്. സോ സിംഗിൾ ലൈനും കൂടെ ആണല്ലോ, നല്ല രസമായിരിക്കും. ഇനി ജനശതാബ്ദി പുറകെ വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വണ്ടികളോ അങ്ങോട്ട് വരുന്ന വണ്ടികളോ എല്ലാം കൂടെ ആകെ കുളമാവും. ഇനി ജനശതാബ്ദി പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴയിൽ നമുക്ക് നോർമലി വന്ദേ ഭാരതിൻ്റെ ക്രോസിംഗ് ഉള്ളതാണ്. അതിനിയും മിക്കവാറും മാരേരിക്കുളം വല്ലതുമായിരിക്കും. അതായത് 6 മണിക്ക് ആലപ്പുഴയിൽ എത്തണം. നമ്മൾ 6 മണിക്ക് ആലപ്പുഴ വെച്ചാണ് നമ്മുടെ വന്ദേ ഭാരതമായിട്ടുള്ള ക്രോസിങ്. മിക്കവാറും ഇന്നത് മാരാരിക്കുളത്ത് വല്ലതും പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു വെള്ളത്തിൻ്റെ ചാലാണ്. അതെല്ലാം നിർമ്മിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൂപ്പിലോട്ടാണ് കയറുന്നതെന്നൊരു ഡൗട്ട്. ആണ് ഇത്രയും പതുക്കെ പോകുന്നത്. ഇവിടെയൊക്കെ അതെ ചെളിക്കുളമാണ്, മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട്. ഡൗൺ ലെഫ്റ്റ് സൈഡിലെ ലൂപ്പിലോട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഇപ്പം 3 ലൈനാണുള്ളത്. ഭാവിയിൽ അത് 4 ലൈനായിട്ട് മാറും കുമ്പളം സ്റ്റേഷനിൽ. അതായത് നടുക്കൂടെ 2 മെയിൻ ലൈൻ പോകും. അല്ലാതെ സൈഡ് വശങ്ങളിൽ 2 ലൂപ്പ് ലൈനുകൾ പ്ലാറ്റ്ഫോമായിട്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെ അവിടെയൊക്കെ വെള്ളം പോകാനുള്ള ചാലൊക്കെ അങ്ങ് ദൂരെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വാർത്ത് വെച്ചിട്ടുണ്ട്. കണ്ട ആ വാർത്ത് വെച്ചേക്കുന്നത് വെള്ളം പോകാനുള്ള ചാലാണ്, ഓടയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുമ്പളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് കാഴ്ചകളുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഡബ്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് എർത്ത് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെയും ഈ ഭാഗത്തും ബല്ലാസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അവിടെ അത് സ്റ്റേഷൻ്റെ പ്രിമൈസസ് ആണ്. അവിടെ ബല്ലാസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. വെള്ളം പോകാനുള്ളൊരു ചാല് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണത്. ഇതൊരു പാലം പോലെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പുതിയ ലൈൻ ഇവിടെ വരും. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം മിക്കവാറും പൊളിച്ച് മാറ്റി പുതിയ പ്ലാറ്റ്ഫോം വരും. ഇത് ബല്ലാസ്റ്റ് ഇറക്കിയതാണ്. സോ ഇനി നമുക്ക് അപ്പുറത്ത് പോകാം. അപ്പുറത്താണ് ഈ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പളം സ്റ്റേഷൻ്റെ പുറത്തെ വ്യൂ. ഇവിടെ നമ്മുടെ ബല്ലാസ്റ്റ്, അതായത് ട്രാക്കിലിടാനുള്ള ബല്ലാസ്റ്റ് കൊണ്ടുവന്ന് ഇറക്കി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴ കണ്ണൂർ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ തിരിച്ച് നമുക്ക് വണ്ടിയിലോട്ട് തന്നെ പോകാം. ഈ സൈഡിൽ അതായത് പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ആയി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി കുമ്പളം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ എർത്ത് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. ചെറിയ തോതിലല്ല, നല്ല വീതിക്ക് സ്ഥലമൊക്കെ എടുത്തു. പക്ഷേ ഇത് പിന്നെയും ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ വെള്ളം കയറുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നെയും ചെളിക്കുളമാവുന്നുണ്ട്. നമ്മുടെ എക്സ്കവേറ്ററൊക്കെ വന്ന്
പെട്ടുപോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. അപ്പോൾ വണ്ടി കുമ്പളം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം വരും, ഇപ്പുറത്തെ സൈഡിൽ ഉള്ള പ്ലാറ്റ്ഫോം പൊളിച്ചിട്ടായിരിക്കണം അടുത്ത പ്ലാറ്റ്ഫോം വരുന്നത്. കാരണം നമ്മൾ നേരത്തെ ഒരു പാലത്തിൻ്റെ, അതായത് വെള്ളം പോകുന്നൊരു വഴിയിലൊരു പാലം പോലെ കെട്ടി വെച്ചേക്കുന്ന കണ്ടില്ലായിരുന്നു. അത് കണ്ടിട്ട്, ആ സെറ്റപ്പ് കണ്ടിട്ട് അവിടെ ഒരു ട്രാക്ക് വരാനുള്ള ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിരിക്കും പ്ലാറ്റ്ഫോം വരിക. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ എർത്ത് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. കണ്ട, പക്ഷേ എന്നാൽ അത്യാവശ്യം വെള്ളവും കയറിയ അവസ്ഥയിലാണ്. അവിടെ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്, എർത്ത് വർക്കും നടന്നിട്ടുണ്ട്, വെള്ളവും കയറിയിട്ടുണ്ട്, എർത്ത് വർക്കും നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ഞാൻ സമയം ഉണ്ടായിരുന്നുണ്ട്, അതായത് ഈ വണ്ടി വരാനായിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്ന് നമ്മുടെ വണ്ടിയുടെ പടമൊക്കെ എടുത്തിട്ട് തിരിച്ചാണ് പോയത്. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഏകദേശം അതായത് നമ്മുടെ മുന്നിലുള്ള മെമു തുറവൂരെത്തിയിട്ട് അവിടുന്ന് ഈ ആലപ്പുഴ കണ്ണൂർ വണ്ടി എടുത്ത് കുമ്പളം പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഇപ്പം കുമ്പളത്തുനിന്ന് വിടുന്നത്. അതായത് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ എടുത്തു, 20 മിനിറ്റിന് മുകളിലെടുത്തു. അപ്പോൾ ഇതാണ്, ഇത് വെള്ളം പോകാനുള്ളൊരു ചാലാണ്. ലെവൽ ക്രോസിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതും ഇവിടെയൊക്കെ എർത്ത് വർക്കൊക്കെ നല്ലപോലെ നടന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ലപോലെ നടന്നിട്ടുണ്ട്. ഹലോ ഓക്കെ ശരി ഓക്കെ ശരി. അപ്പോൾ ഒരു കോള് വന്നതാണ്, അതൊന്ന് എടുത്തതാണ്. അപ്പോൾ ഇവിടെ എനിക്കൊന്നൊരു വെള്ളം പോകാനുള്ള ചാല് പണിയുണ്ടത്. പക്ഷേ ആ ചാല് പണിയേണ്ട സ്ഥലം മൊത്തം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഇവിടെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്, വെള്ളം ഭയങ്കരമായിട്ട് കയറും. വാട്ടർ ബോഡീസ് ഒരുപാടുള്ള സ്ഥലമാണല്ലോ. ഇതിപ്പോൾ എറണാകുളം ജില്ല തന്നെയാണ്. നമ്മൾ കുറച്ച് മുന്നിലായിട്ട് മറ്റേ എന്താ പറയുക, കുമ്പളം അരൂർ പാലം ക്രോസ് ചെയ്യുക. അത് കഴിയുമ്പോഴാണ് ആലപ്പുഴ ജില്ല തുടങ്ങുക. അതുവരെ എറണാകുളം ജില്ല തന്നെയാണ്. ഇതാണ് അടുത്തൊരു വെള്ളം പോകാനുള്ള ചാല്. അടുത്ത ലെവൽ ക്രോസ് വരുന്നുണ്ട്. സൈഡിലൊക്കെ ഓടയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയ അപ്ഡേറ്റുകളാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇതൊരു ലെവൽ ക്രോസാണ്. ലെവൽ ക്രോസുകാർക്ക് നല്ല പണിയാണ്. കാരണം അടയ്ക്കാ തുറക്കുക. അപ്പോൾ ഈ സൈഡിൽ തന്നെയാണ് ഇവിടെ എല്ലാം. അതായത് ഫുൾ ദൂരം ഒറ്റ സൈഡിൽ തന്നെയാണ് ട്രാക്ക് പുതിയത്. ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തന്നെയാണ്. കുറച്ച് മുന്നിലായിട്ട് നമ്മുടെ അരൂർ കുമ്പളം പാലം വരും. അപ്പോൾ അതിൻ്റെ എല്ലാ പൈലിംഗ് വർക്കെല്ലാം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും എന്തായി അതിൻ്റെ അപ്ഡേറ്റ്. ഫയലുകളെല്ലാം റെഡിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്, നല്ല വീതിക്ക് തന്നെ നടന്നിട്ടുണ്ട്. ഇവിടെയും ഒരു അണ്ടർപാസിന് എക്സ്റ്റൻഷൻ വേണം. ഇപ്പം നമ്മളീ പോകുന്നത് ഒരു അണ്ടർപാസിന് മുകളിൽ കൂടെയാണ്, അതിനൊരു എക്സ്റ്റൻഷൻ വേണം. നമ്മൾ പാലത്തിൽ കയറുകയാണ്. കുമ്പളം അരൂർ പാലം, അതായത് എറണാകുളം ജില്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലം. ഇവിടെ ഒരു പിയർ,
ഗിർഡറുകളൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പാലത്തിൽ പ്ലേസ് ചെയ്യാനുള്ള ഗിർഡറുകളൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. അതാ ഇവിടെയൊക്കെ ഗിർഡറുകളൊക്കെ ഇരിക്കുന്നത് കാണാം. ഗിർഡറുകളെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെക്കാനുള്ള ക്രെയിനൊക്കെയാണ്. അപ്പോൾ അതാ ഇവിടെ പുതിയ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു റെയിൽവേ ലൈനിന് വേണ്ട സ്ഥലം എടുത്തിട്ട് ബാക്കി സ്ഥലത്ത് അവർ ഇതൊക്കെ പുതിയ അപ്ഡേറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഈ സ്ഥലത്തേക്ക് എർത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൈഡിൽ ഓടയൊക്കെ കെട്ടുന്നുണ്ട്. ഈ എർത്ത് വർക്കൊക്കെ നമുക്ക് പുതിയ അപ്ഡേറ്റാണ്. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തും ഇവിടെ തന്നെയാണ് പുതിയ ട്രാക്ക് വരിക. ഇവിടങ്ങളിലും ഇവിടെ ഒരു അമ്പലമുണ്ട്. ഒരു കാഴ്ചകളും മിസ്സാവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും കാഴ്ച പെട്ടെന്ന് വണ്ടി പാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇത് അരൂർ സ്റ്റേഷൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ എത്തുന്നത് അരൂർ സ്റ്റേഷനാണ്. അപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോമുണ്ട്. അരൂർ സ്റ്റേഷൻ്റെ ബോർഡ് മുന്നിലായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും ഉണ്ട്, അവിടെ ബോർഡുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റില്ല, എനിക്ക് കാണാം. അപ്പോൾ അതാ ഇവിടെ എർത്ത് വർക്ക് കുറച്ച് മുന്നിലായിട്ട് നടന്നിട്ടുണ്ട്. അരൂർ സ്റ്റേഷൻ്റെ ഭാഗമാണ്. ലോറി പൊതഞ്ഞ് കിടക്കുവാണോ? ഇവിടെയൊക്കെ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ലപോലെ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പുതിയ അപ്ഡേറ്റാണ്. അരൂർ സ്റ്റേഷൻ കഴിഞ്ഞു നമ്മൾ. ഇനി അടുത്തത് എഴുപുന്നയാണ്. എഴുപുന്നയിലും നമ്മൾ നിൽക്കുന്ന സൈഡിലല്ല നിലവിലുള്ള പ്ലാറ്റ്ഫോം, അത് അപ്പുറത്തെ സൈഡിലാണ്. എന്നാൽ വർക്ക് നടക്കുന്നത് ഈ സൈഡിലാണ്. ഇവിടെ കുറച്ച് ദൂരം നമുക്ക് എർത്ത് വർക്കൊന്നും നടന്നിട്ടില്ല. അതാ വീടൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നത് കാണാം. ഏറ്റെടുത്ത വീടുകൾ ഒക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെയൊക്കെ നല്ലപോലെ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ ഇത് ഒരു ലെവൽ ക്രോസ് ആയിരുന്നു. ഇവിടെയൊക്കെ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം എഴുപുന്ന സ്റ്റേഷൻ്റെ അടുത്തോട്ടെത്തും. വെള്ളം പോകാനുള്ളൊരു ചാലാണ്. ഇവിടെ ഇതേ വെള്ളം പോകാനുള്ളൊരു ചാല് ഓൾറെഡി റെഡി. അതിൻ്റെ മണ്ടയ്ക്കൊട്ടൊരു മരം വീണ് കിടപ്പുണ്ട്. ഇവിടെ ഇതേ വെള്ളം പോകാനുള്ള ചാല് റെഡി. വെള്ളം പോകാനുള്ള ചാല് അണ്ടർ കൺസ്ട്രക്ഷൻ. എനിക്കൊന്ന് ഈ മഴക്കാലം വന്നപ്പോഴാണ് തോന്നി ഇവർ പണി നിർത്തിയിട്ട് പോയത്. കാരണം ഈ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ വഴിയില്ല. എത്രയൊക്കെ വെള്ളം വറ്റിച്ചാലും വെള്ളം പിന്നെയും കയറി വന്നുകൊണ്ടേയിരിക്കും. അതായിരിക്കണം അവിടങ്ങളിൽ വർക്ക് ഡിലേ ആയത്. KSEB എന്തായാലും പോസ്റ്റൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തോതിൽ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. നല്ല ദൂരത്തിൽ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. അടുത്ത ഒരു ലെവൽ ക്രോസ്. ഇവിടെ ഒരു പാലം വരേണ്ടതായിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ പഴയ വീടൊക്കെ പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ ഒരു പാലം വരേണ്ടതായിട്ടുണ്ട്.
ഒരു വെള്ളത്തിൻ്റെ ചാല്. രണ്ട് പിള്ളേർ നിന്ന് ടാറ്റ തരുമായിരുന്നു. ട്വിൻസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സെയിം ഡ്രസ്സ്, കാണാനും ഏറെക്കുറെ ഒരേപോലെ ഇരിക്കുന്നത് നിങ്ങൾ. ഇതും വെള്ളത്തിൻ്റെ ഒരു ചാലാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ചെറിയ തോതിൽ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. ബൗണ്ടറിയൊക്കെ കെട്ടിയിട്ടുണ്ട്, എർത്ത് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. ഇത് അടുത്തൊരു ലെവൽ ക്രോസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം എത്തി എഴുപുന്ന സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഴുപുന്ന സ്റ്റേഷനാണ്. അപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് നമ്മുടെ വർക്ക് നടക്കുന്ന സൈഡാണ്. ഇവിടെയുണ്ടൊരു വെള്ളം പോകാനുള്ള ചാല്. അവിടെയുണ്ട് പിള്ളേർ. ഇവിടെയും വെള്ളം പോകാനുള്ള ചാല്. ഇതേ വെള്ളം പോകാനുള്ള ചാല്. വീണ്ടും വെള്ളം പോകാനുള്ള ചാല്. ഇവിടെയും വെള്ളം പോകാനുള്ള ചാല്. ഓരോ 100 മീറ്ററിലും വെള്ളം പോകാനുള്ള ചാല് കെട്ടി വെച്ചേക്കുക. എന്താ അവസ്ഥ എന്ന് നോക്കിയേ. അല്ല, കാരണം അതുപോലെ വെള്ളം കയറുന്ന സ്ഥലങ്ങളായതുകൊണ്ടേ അപ്പോൾ ആ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ട് റെയിൽവേക്ക് അത് ചെയ്യാനൊക്കെ ഉള്ളത്. ഇവിടെയും വെള്ളം പോകാനുള്ള ചാല്. ഇവിടം വരെ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം എർത്ത് വർക്ക് നടന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം തുറവൂർ എത്താൻ പോകുന്നു. നമുക്ക് തുറവൂർ സ്റ്റോപ്പുണ്ട്, ചേർത്തല സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ആലപ്പുഴ, നമ്മൾ ഏകദേശം തുറവൂർ സ്റ്റേഷനാവുന്നു. ലൂപ്പ് കയറാൻ പോകാൻ തോന്നുന്നു. ഈ സൈഡിൽ അധികം കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ല. അപ്പുറത്തെന്തോ അവിടെയും കൺസ്ട്രക്ഷൻ ഒന്നും നടന്നിട്ടില്ല. സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി വർക്ക് നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മൾ തുറവൂർ സ്റ്റേഷൻ്റെ അടുത്തോട്ട് നീങ്ങുകയാണ്. ഇവിടെ കുറച്ച് സ്ഥലത്തും കൂടെ വർക്ക് നടന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ കാഴ്ച ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഏരിയയൊക്കെ ഈ സൈഡ് തന്നെയാണ് വർക്ക്. 2ാം ട്രാക്ക് ഫുൾ ദൂരം, അതായത് എറണാകുളം തൊട്ട് തുറവൂർ വരെ ഈ സൈഡിലായിരിക്കും നമ്മുടെ പുതിയ ട്രാക്ക്. അതായത് നമ്മൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് ഭാവിയിൽ തിരുവനന്തപുരത്തിനുള്ള ലൈനാവും. ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് എറണാകുളത്തോട്ട്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന ലൈനാവും. ഇവിടെ ട്രാക്ക് മാറ്റുന്ന വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ TSR. അതായത് ഇവർക്ക് ഫുൾ ടൈം വണ്ടി ഓടത്തില്ലല്ലോ. വണ്ടി ഓടാത്ത സമയങ്ങളിൽ ഇവിടെ അവർക്ക് എന്താ പറയുക, ബ്ലോക്ക് മീൻസ് ലൈൻ ബ്ലോക്ക്, പവർ ബ്ലോക്ക് ഒക്കെ കൊടുക്കും. അപ്പോൾ ഈ ട്രാക്ക് മാറ്റാനായിട്ട് അവർക്ക് ലൈൻ ബ്ലോക്ക് മതി, പവർ ബ്ലോക്ക് വേണമെന്നില്ല. അപ്പോൾ ലൈൻ ബ്ലോക്ക് കൊടുത്തിട്ട് ഇവർ ട്രാക്ക് മാറ്റും. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ചാല് വരേണ്ടതാണെന്ന് തോന്നുന്നു. ലൈൻ ബ്ലോക്ക് കൊടുത്തിട്ട് ഇവർ പഴയ ട്രാക്കിനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ ട്രാക്ക് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യും, പ്ലേസ് ചെയ്യും. അത് ഈ പറയുന്ന മെയിൻ്റനൻസിൻ്റെ ബ്ലോക്കിൻ്റെ ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ചില സമയങ്ങളിൽ ഈ ലൈനിൽ കൂടെ വണ്ടികൾ ഓടാത്തതിൻ്റെ ഒരു കാര്യം. ആൾക്കാരിങ്ങനെ പറയും ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഈ റൂട്ടിൽ വണ്ടികളൊന്നുമില്ല എന്ന് പറയുമെങ്കിലും അല്ലാതെ ആ വണ്ടി ഇല്ലാത്ത സമയത്താണ് മെയിൻ്റനൻസ് നടക്കുന്നത്. ഈ വണ്ടികൾ മാത്രം ഓടിയാൽ പോരല്ലോ, മെയിൻ്റനൻസും നടക്കണമല്ലോ. അപ്പം ആ ഒരു കാര്യം കൊണ്ടാണ് വണ്ടികൾ ചില ഗ്യാപ്പിൽ വണ്ടികൾ കാണാത്തത്. അപ്പോൾ ഇവിടെയൊക്കെ ഇവിടം വരെ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. എന്തോ എക്സ്കവേറ്ററൊക്കെ ഈ വഴി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലൂപ്പിലോട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്ക് സ്റ്റോപ്പുണ്ട്, ഇവിടെ തുറവൂർ സ്റ്റോപ്പുണ്ട്. നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് നീങ്ങാം. ഇവിടെ ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സ്ഥലത്ത് കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു റോഡ് ഇങ്ങോട്ട് വളഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം മൊത്തം
അതായത് ഭാവിയിലെ ലൂപ്പ് ഈ ഏരിയയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടർ സിഗ്നലൊക്കെ ഹോം സിഗ്നലൊക്കെ മാറും. ഇതൊരു വെള്ളം പോകാനുള്ള ചാല് വരേണ്ട സ്ഥലമാണ്. അതായത് പ്ലാറ്റ്ഫോമിനൊക്കെ ലെങ്ത് കൂടും. നിലവിലുള്ള പ്ലാറ്റ്ഫോമിന് ഈ പറയുന്ന 24-25 കോച്ചസിൻ്റെ ലെങ്ത് കാണത്തില്ല. അതായത് ഈ സൈഡിലൊക്കെ നല്ല വർക്ക് നടന്നിട്ടുണ്ട്. എർത്ത് വർക്ക് നല്ലപോലെ നടന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ പ്ലാറ്റ്ഫോമിൻ്റെ പുറകിൽ കൂടെയും എർത്ത് വർക്ക് നടന്ന് അങ്ങ് ദൂരം പോയിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നിർത്തും. ആൾക്കാരെ ഒന്നും പതിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ ബാക്കിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, എർത്ത് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തുറവൂർ സ്റ്റേഷനെത്തി. ഇനി നമുക്ക് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിടുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി തുറവൂർ സ്റ്റേഷൻ വിട്ടു. അപ്പോൾ ഇവിടെയൊക്കെ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. കുറച്ച് മുന്നോട്ടും കൂടെ വർക്ക് നടന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആ ഒരു കാഴ്ചയും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എറണാകുളം മുതൽ തുറവൂർ വരെയുള്ള ഡബിളിംഗ് വർക്കുകളുടെ അപ്ഡേറ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറേ നാളെ ഗ്യാപ്പായി. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോ എടുത്ത് നമുക്കങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. അപ്പം നമ്മളൊരു വീഡിയോ നിങ്ങളെ കാണിക്കുമ്പോഴത്തേക്കും നമുക്കൊരു തൃപ്തി വരണമല്ലോ. പേഴ്സണലി നമുക്കൊരു തൃപ്തി വന്നിട്ടല്ലേ നിങ്ങളെ കാണിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ കുറേ വർക്കുകളുടെ ഞാൻ വീഡിയോ എടുത്ത് എനിക്കതൊന്നും അങ്ങോട്ട് ഒരു ചൊവ്വായതായിട്ട് എനിക്കങ്ങോട്ട് തോന്നിയില്ല. അത് കാരണം ഞാനതൊന്നും പോസ്റ്റ് ചെയ്തില്ല. സോ അങ്ങനെ മൊത്തത്തിൽ ഗ്യാപ്പായി. ഇത് പുതിയ ലെവൽ ക്രോസിനുള്ള ബിൽഡിംഗ് ആയിരിക്കണം ഇത്. അപ്പോൾ ഈ സൈഡിലോട്ട് കുറച്ച് ദൂരം വർക്ക് നടന്നിട്ടുണ്ട്. ഇത് ഇവിടങ്ങളിൽ ലൂപ്പ് എക്സ്റ്റെൻഡ് ആവാനായിട്ടുള്ള സ്ഥലമാണ് ഇതെല്ലാം. 4 ലൈൻ വരുമല്ലോ. അപ്പോൾ ലൂപ്പെല്ലാം ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ല ദൂരം നമ്മൾ വിടണമല്ലോ. അപ്പോൾ ഇവിടം വരെ എർത്ത് വർക്കുകൾ നടന്നിട്ടുണ്ട്. സോ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ നാഗർകോവിൽ റൂട്ടിലെ വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അതെന്തായാലും അധികം വൈകാതെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക, മെസ്സേജായിട്ട് അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ് കെ.